പൊന്നാനി നഗരസഭ കുടുംബശ്രീ CDS 1 നേതൃത്വത്തിൽ ആരോഗ്യ കർക്കിടക ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പോഷക വിഭവങ്ങളുടെ കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മജസ്റ്റിക് ജുവല്ലേഴ്സ് ഫെസ്റ്റ് നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ M ധന്യ അധ്യക്ഷയായ ചടങ്ങിൽ CDS വൈസ് ചെയർപേഴ്സൺ പ്രീജ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P ഹസീന, റീന പ്രകാശൻ, MV മഷൂദ്, റിനിൽ, ഷനിൽ കുമാർ, സൗദാമിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. കൗൺസിലർമാർ, CDS ഉപസമിതി കൺവീനർമാരായ അശ്വതി, ശരണ്യ, സിന്ധു, RPമാരായ രജിത, റാഫിന, ലിജി, മെമ്പർ സെക്രട്ടറി ബിജു ആനൂർ, അക്കൗണ്ടന്റ് വിമാൽ എന്നിവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് നടത്തിയ കർക്കിടക വിഭവ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായ നിഷ, നിമിഷ, രാധ എന്നിവർക്കുള്ള സമ്മാന വിതരണം നടത്തി. ഉപസമിതി കൺവീനർ സിന്ധു നന്ദി പറഞ്ഞു. ഭക്ഷണ രീതികൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഒരുപാട് സമയങ്ങളിൽ ഓരോ പണികളിൽ ഏർപ്പെട്ടിട്ട് നമ്മുടെ ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താനും അതുപോലെ തന്നെ ഒരുപാട് പണികളിൽ ഏർപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കർക്കിടക മാസം, പഞ്ഞമാസം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ സന്തോഷിക്കാൻ ഈ വക കാര്യങ്ങൾ കൂടിയാണ് അന്നുള്ളവരൊക്കെ സന്തോഷം കണ്ടെത്തിയത്. സന്തോഷിക്കുക മാത്രമല്ല അവർക്ക് ആരോഗ്യമുള്ളൊരു ശരീരവും അതുപോലെ തന്നെ ഔഷധ ഗുണമുള്ള ഭക്ഷണ രീതികളും അവലംബിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഈ മാറി വരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ പിന്നിൽ ഈ എണ്ണയിൽ ഉണ്ടാക്കിയതും എല്ലാ വഴിയോരത്തുള്ള ഭക്ഷണ രീതികളും നമ്മൾ ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാറുന്ന കാലഘട്ടത്തിൽ ആർക്കും സമയമില്ല. ചിലപ്പോൾ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ നമുക്കൊരു പേടിയില്ല. എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ആർക്കും വീട്ടിലുണ്ടാക്കിയിട്ട് ഒരു പ്രശ്നമില്ല. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും ഇപ്പം ഇന്ന് ചെറിയ കുട്ടികളായാലും ആ രീതിയിലാണ് അവർ ഭക്ഷണ രീതി. അപ്പോൾ അതിനെ ഒക്കെ കുറച്ച് സമയമെങ്കിലും മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇത്തരത്തിലൊരു ഭക്ഷണ രീതി കൂടി അവലംബിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇത്തരം പരിപാടികളിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തനത് ഭക്ഷണ പാരമ്പര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ ഒരു കാലത്ത് നമ്മുടെ പഴയ ആ ഒരു ശൈലിക്ക് മാറാനുള്ള ഒരു ചെറിയ പ്രചോദനം കൂടിയായിട്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാറ്.